ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഋതുമതി ഫംഗ്ഷൻ കണ്ടാലോ. അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ചെറിയൊരു ചടങ്ങ് അത്രേ ഉള്ളൂ കേട്ടോ. എങ്കിലും 100 പേർക്കുള്ള ഫുഡിന് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. റൈസിനാണ് കേട്ടോ പുറത്ത് പറഞ്ഞിട്ടുള്ള. കറി ഞാൻ തന്നെ വെക്കാമെന്നുള്ള തീരുമാനത്തിൽ എന്തോ ഞാനത് ഏറ്റെടുത്തു. എങ്കിലും ചേട്ടന്മാർ എനിക്ക് കട്ട സപ്പോർട്ടിന് കൂടെ നിന്നു കേട്ടോ. അപ്പച്ചിമാർ തന്നെ ചടങ്ങുകൾ ചെയ്യണമെന്നുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതായത് ഈ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചടങ്ങുകൾ ഞങ്ങൾ രണ്ടുപേരുമാണ് മുന്നോട്ട് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് അരത്ത വെള്ളമൊക്കെ ഒഴിഞ്ഞ് പുണ്യവെള്ളമൊക്കെ ഒഴിഞ്ഞ് കുഞ്ഞ് തന്നെ വന്ന് വിളക്ക് എത്തിച്ചിട്ടുണ്ട്. പറയാൻ മറന്നു, എൻ്റെ ഒരു ആങ്ങളുടെ ഒരു മോള്. അങ്ങനത്തെ അതിനുശേഷം മധുരം കൊടുക്കലാണ്. ഇങ്ങനെ ബേക്കറി ഐറ്റംസ് അല്ല കേട്ടോ നമ്മൾ മധുരമായിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ കുറുക്കലാണ്. മുട്ട ഇങ്ങനെ കലക്കിയതും പിന്നെ അരി കുറുക്കിയതൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ആദ്യം അവൾ അമ്മ കൊടുത്തു, അതിനുശേഷം അവൾക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇളയ അപ്പച്ചിയെ ഞാൻ അപ്പോഴും സ്ഥലത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത് മധുരം കൊടുത്തു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു നിമിഷത്തിൽ. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ അടുത്ത തലമുറയിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ളൊരു ചടങ്ങാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ അമ്മ കൊടുത്തു. അതായത് അവളുടെ അച്ചാമ്മ അവൾക്ക് മധുരം കൊടുത്തു. പിന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സമ്മാനങ്ങളൊക്കെ അമ്മയും അവൾക്ക് ഇട്ട് കൊടുത്തു. അമ്മയുടെയും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് കൊച്ചുമകൾക്ക് ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയും കിടപ്പുണ്ട് കേട്ടോ ചടങ്ങുകൾ. ബാക്കി ഇനി കൊച്ചുമക്കൾ ഇനിയും 2 പേരുണ്ട്, 3 പേരുണ്ട് കേട്ടോ. അതിനുശേഷം അവൾ അച്ഛൻ കൊടുത്തു, അവൾക്ക് മധുരം കൊടുത്തു. അതായത് എൻ്റെ ഒരു ആങ്ങള. അതിനുശേഷം എൻ്റെ ചേച്ചി, അവളുടെ മൂത്താപ്പച്ചി. സാധാരണ മൂത്താപ്പച്ചിയാണ് ചടങ്ങ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ അപ്പം ആ സ്ഥലത്ത് അവൾ അവിടെ ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എന്തെങ്കിലും കറിയൊക്കെ വെച്ചത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞൊരു ഫംഗ്ഷൻ്റെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.